കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 12 ഏപ്രിൽ 2021 വന്നിട്ടുള്ള ഒരു കേരള ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു മുസ്ലിം ഭാര്യയ്ക്ക് ഗുല പ്രകാരം ഡിവോഴ്സ് ഗ്രാൻറ്റ് ചെയ്തപ്പോൾ ആ ഡിവോഴ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റിവ്യൂ പെറ്റീഷൻ ഭർത്താവ് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും അങ്ങനെ ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ആ നിരീക്ഷണങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൽ കോടതി പറയുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: മുസ്ലിം വുമൺ ക്യാൻ ഗെറ്റ് ഡിവോഴ്സ് അണ്ടർ പേഴ്സണൽ ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗുലയാണ്. അപ്പോൾ ഗുല ഈസ് അബ്സല്യൂട്ട് എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കോടതി പറയുന്ന കണ്ടീഷൻസ് പോയിന്റുകൾ ഇതൊക്കെയാണ്. A division bench of the Kerala High Court has held that the dissolution of Muslim Marriage Act did not go away with the practice of the extrajudicial divorces available to Muslim women under Section 2 of the Shariat Act എന്നാണ് പറയുന്നത്. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്, അതിനും പറയാം. The bench comprising Justice A. Muhammad Mustaq and Justice C.S. Diaz observed that the intention of the Dissolution of Muslim Marriages Act was to extend judicial divorce to all Muslim women irrespective of the school they follow. Third point, Section 2 of the Shariat Act statutorily recognized the personal law and dissolution of marriages without the intervention of the court through talaq, ila, sihat, liyan, gula, mubarak, etc. എന്നാണ് കോടതി പറയുന്നത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മുസ്ലിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ ജുഡീഷ്യലായിട്ടുള്ള ഒരു ഇതാണെന്ത്, തലാഖ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സമ്മതമില്ലാതെ ഡിവോഴ്സ് കിട്ടുവാനായിട്ടുള്ള ഒരു പേഴ്സണൽ ലോയിൽ പറയുന്ന ഒരു മെത്തേഡാണ് ഈ ഗുല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഗുല പ്രകാരം ഡിവോഴ്സിന് ഗുല ചെയ്യുകയും അങ്ങനെ ഗുല ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവിടെ ശരീഅത്ത് ആക്ട് സെക്ഷൻ 2 പ്രകാരം ഗാസിയിൽ നിന്നും ഒരു ഡിവോഴ്സ് പെറ്റീഷൻ, ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് ആയിരിക്കും എന്നാണ് അവർ പറയണത്, കോടതി പറയണത്. പക്ഷെ അതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കേസുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. അതായത് ഗാസിയുടെ കയ്യിൽ നിന്ന് നമുക്കൊരു റിപ്പോർട്ട് കിട്ടിയാലും ആ റിപ്പോർട്ട് മാത്രം പോരാ, പിന്നെ എന്താണ് പറയുന്നത്, സെക്ഷൻ ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 1B പ്രകാരം എന്ത് ചെയ്യണം, ഫാമിലി കോടതിയിൽ ഇങ്ങനെ ഗുല പ്രകാരം ഡിവോഴ്സ് ആയിരുന്നു, അതിന് എന്ത് വേണം, ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 1B പ്രകാരമുള്ള ഒരു ഡിക്ലറേഷനും കൂടി വേണം എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ഒപ്പം തന്നെ അഡീഷണലായിട്ട് പറയേണ്ട ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് ആദ്യമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതിയിലാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വിധിയിൽ കേരള ഹൈക്കോടതിയുടെ ഈ വിധിയെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഞാനത് നമുക്ക് ഡിസ്കസ് ചെയ്തുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പ്രകാരം നിങ്ങൾക്ക് എക്സ്ട്രാ ജുഡീഷ്യൽ ആക്ട് പ്രകാരം ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഗാസിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും പറയുന്നത് എന്താണ്, ഫാമിലി കോർട്ട് ആക്ടിലെ സെക്ഷൻ 1B പ്രകാരം ഫാമിലി കോടതിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ എടുത്താൽ മാത്രമാണ് ആ ഡിവോഴ്സ് വാലിഡ് ആകുള്ളൂ എന്നുള്ള ഒരു പോയിന്റ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ഡേറ്റ് പ്രത്യേകം ഓർക്കുക, 12 ഏപ്രിൽ 2021. ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.
തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.